കാര്യങ്ങളെല്ലാം വിശദമായി തന്റെ അളിയനെ വിളിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. എന്റെ അളിയൻ പറഞ്ഞു, പ്രേതമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. എവിടെ നിന്ന് വന്നത്? അച്ഛൻ പറഞ്ഞു, എനിക്കതൊന്നും അറിയില്ല. ഇവിടെ നിന്ന് വന്നു. ഇപ്പോൾ അവളെയും കാണാനില്ല. അച്ഛൻ്റെ അളിയൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ. ഇവിടെ ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ തീരുമാനിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മുത്തശ്ശന്റെ കൂടെ ഇരിക്കുക, ഞാൻ പോയി വരാം. അപ്പോൾ അപ്പു ചോദിച്ചു, അച്ഛാ, അമ്മ എവിടെ? അമ്മുവും ചോദിച്ചു, അമ്മ എവിടെ? അമ്മയെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ഛൻ പറഞ്ഞു, അമ്മ എന്തായാലും തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ അമ്മയുമായി വരൂ എന്ന് പറഞ്ഞ് അച്ഛൻ തന്റെ കാറിൽ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. പോകുമ്പോൾ ചെറിയ ചെറിയ ചാറ്റൽ മഴകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അവിടെ എത്തി. അച്ഛൻ തന്റെ അളിയനെ കണ്ടു പറഞ്ഞു, എവിടെയാണ് ആ സ്വാമി? നമുക്ക് പെട്ടെന്ന് പോകാം, മഴ വരുന്നുണ്ട്. അച്ഛൻ്റെ അളിയൻ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തന്നെ യാത്ര പുറപ്പെടണം. വരൂ, ഞാൻ പറഞ്ഞു തരാം എവിടെയാണെന്ന് എന്നും പറഞ്ഞ് അവർ യാത്ര പുറപ്പെടാൻ തുടങ്ങി. പാതി വഴിയിൽ അവർ കാറ് നിർത്തി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവിടെ നിന്നും പിന്നെ കാറുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവർ കുറേ ദൂരം നടന്ന് സ്വാമിയുടെ അടുത്തെത്തി. സ്വാമി പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം ഞാൻ അറിയുന്നു. എന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. സ്വാമി പറഞ്ഞു, നിങ്ങൾ അധിക ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചോളൂ. അവരെ സ്വാമി തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നയിച്ചു. എന്നിട്ട് സ്വാമി കാര്യങ്ങൾ ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കി. അച്ഛൻ അതിനെല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു. അച്ഛൻ അതിനിടയിൽ ഒരു കോൾ വന്നു. കോൾ എടുത്തപ്പോൾ അത് മുത്തശ്ശനായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞത്, അവിടെ വളരെ പ്രശ്നമാണ്. അവൾ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്വാമി പറഞ്ഞു, ഇനി നമുക്കൊട്ടും സമയം കളയാനില്ല, നമുക്കിപ്പോൾ തന്നെ പോകണം. സ്വാമി തൻ്റെ ബാഗിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളും എടുത്ത് അവർ യാത്ര പുറപ്പെടാൻ തുടങ്ങി. സ്വാമിയെ കാറിൽ കയറ്റി അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ യാത്ര തുടർന്ന് ദീർഘമായ യാത്രയ്ക്ക് ശേഷം അവർ നാട്ടിലേക്കെത്തി അവൾ എവിടെയാണുള്ളതെന്ന് സ്വാമി മനസ്സിലാക്കി. എന്നിട്ട് ആ കാട് പോലുള്ള സ്ഥലത്തേക്ക് സ്വാമി പോയി. സ്വാമിയും കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. സ്വാമിയെ അവൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വാമിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരുവരും ആക്രമിക്കാൻ തുടങ്ങി. ഇടയിൽ വെച്ച് സ്വാമി പറഞ്ഞു, നീ നിന്റെ മക്കളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോവുക.